കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നതിനപ്പുറം സാധാരണക്കാരന്റെ സ്വപ്നങ്ങൾ കൂടിയാണ് ഓരോ സഹകരണ സംഘങ്ങളിലെയും നിക്ഷേപങ്ങൾ. അതിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന പ്രവണതകൾ ആശങ്കാജനകമാണ്. വയനാട്ടിലെ 2 സംഭവങ്ങളിലേക്കാണ് ഇനി ശ്രദ്ധ ക്ഷണിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന വയനാട് പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ സമരം തുടരുകയാണ് ആത്മഹത്യ ചെയ്ത കേളക്കവല രാജേന്ദ്രൻ നായരുടെ കുടുംബം. പുരയിടത്തിന്റെ ആധാരം നൽകാതെ സമരം അവസാനിപ്പിക്കില്ല എന്നാണ് കുടുംബത്തിന്റെ നിലപാട്. അതിനിടെ CPIഎമ്മിനെ പ്രതിരോധത്തിലാക്കി ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങൾ നടത്തിയ അനധികൃത നിക്ഷേപത്തിന്റെ വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പിലും ബ്രഹ്മഗിരി സൊസൈറ്റി ക്രമക്കേടിലും ഇളകി മറിയുകയാണ് വയനാടൻ രാഷ്ട്രീയം. പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ ഇരകൾ സമരം തുടങ്ങിയിട്ടുണ്ട്. ബ്രഹ്മഗിരിയിലെ മാനേജ്മെന്റ് നൽകിയ ഉപാധികളിൽ വിശ്വാസം നഷ്ടപ്പെട്ടു നിക്ഷേപകർക്ക്. പുരയിടത്തിന്റെ ആധാരം ആവശ്യപ്പെട്ട് ഇന്നലെ സന്ധ്യയോടെ 95-കാരനായ ശ്രീധരൻ നായർ പുൽപ്പള്ളി സഹകരണ ബാങ്കിന് മുന്നിൽ സമരം തുടങ്ങിയത് നാടകീയമായിരുന്നു. കിടപ്പാടത്തിന്റെ രേഖ തിരികെ നൽകണമെന്നാണ് ആവശ്യം. പോലീസ് അദ്ദേഹത്തെ ആശുപത്രിയിലാക്കിയെങ്കിലും കുടുംബം സമരം തുടർന്നു. ബാങ്കിന്റെ വായ്പാ തട്ടിപ്പിൽ കുടുങ്ങി ആത്മഹത്യ ചെയ്ത രാജേന്ദ്രൻ നായരുടെ കുടുംബമാണ് സമരം ചെയ്യുന്നത്. വായ്പാ തട്ടിപ്പിനിരയായവരും ആക്ഷൻ കൗൺസിലും സമരത്തിനൊപ്പമുണ്ട്. എനിക്ക് നീതി കിട്ടുന്നതോടെ ഞാൻ ഇത് സമരം ചെയ്യും. ഇതിന് നീതി കിട്ടണം, എനിക്ക് എന്റെ ആധാരം തിരിച്ചു കിട്ടണം. സമരം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഓരോ പരിപാടിയിലേക്ക് ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീധരൻ നായരെ ഇന്നലെ പോലീസ് ബലമായി കൊണ്ടുപോയി. ഇന്ന് ഇതുവരെ അദ്ദേഹത്തിന് ഒരു തുള്ളി വെള്ളമോ ഭക്ഷണമോ കൊടുത്തിട്ടില്ല. നിയമപ്രശ്നമുള്ളതിനാൽ ആധാരമടക്കമുള്ള രേഖകൾ തിരിച്ചു നൽകാൻ കഴിയില്ലെന്നാണ് ബാങ്കിന്റെ നിലപാട്. പുൽപ്പള്ളിയിൽ കോൺഗ്രസാണ് പ്രതിരോധത്തിലെങ്കിൽ ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ ആരോപണം നേരിടുന്നത് CPIഎം ആണ്. പാർട്ടി നിയന്ത്രണത്തിലുള്ള 11 സഹകരണ സംഘങ്ങൾ ചട്ടവിരുദ്ധമായി 2,20 ലക്ഷം രൂപ ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ചതായി വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. സൊസൈറ്റിയുടെ തട്ടിപ്പിനിരയായവരിൽ ഭൂരിപക്ഷവും CPIഎം പ്രവർത്തകരായിട്ടും പാർട്ടി നടപടിയെടുത്തില്ലെന്ന പരാതിയും വ്യാപകമാണ്. ഒരു 95% ആളുകളും ഇത് പാർട്ടി അനുഭാവികൾ തന്നെയാണ്, അല്ലെങ്കിൽ പാർട്ടിയുടെ സജീവമായിട്ടുള്ള പ്രവർത്തകരാണ്. ഇവർ അവസാന സമയങ്ങളിലൊക്കെ തന്നെ പാർട്ടിയുടെ വിവിധ ഘടകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സർവീസ് പെൻഷനേഴ്സ് അവരുടെ സർവീസ് സംഘടനകൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെയാണ് ആ മേഖലയിൽ നിന്ന് പണം പിരിച്ചിരുന്നത്. പണം നിക്ഷേപിച്ചവർ പ്രതിസന്ധിയിൽ തുടരുമ്പോഴും പ്രശ്നപരിഹാരം ഉടനെന്ന് ആവർത്തിക്കുകയാണ് ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി. പുൽപ്പള്ളി വായ്പാ തട്ടിപ്പിലെ ഇരകളുടെ സമരം BJP ഏറ്റെടുത്തപ്പോൾ CPIഎം ഇപ്പോഴും മൗനത്തിലാണ്. ബ്രഹ്മഗിരിയിൽ കോൺഗ്രസും BJPയും ഒരുപോലെ പ്രതിഷേധ പാതയിൽ. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.